ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മലപ്പുറം മങ്കടയിൽ നിന്ന് നാടിനെയും നാട്ടാരെയും വീട്ടുകാരെയും ഒരുപോലെ തളർത്തിയ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടുകാണും. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി മലപ്പുറം മങ്കടയിലെ പന്തല്ലൂർ മലയിലെ വ്യൂ പോയിന്റിൽ കാഴ്ച കാണാൻ വേണ്ടി പോയ, അല്ലെങ്കിൽ കാറ്റുകൊള്ളാൻ വേണ്ടി പോയ അംഗ സംഘത്തിലെ 4 വിദ്യാർത്ഥികൾ അതിദാരുണമായി മരണപ്പെട്ടു എന്ന് പറയുന്ന സങ്കടകരമായ ഒരു വാർത്ത. 6 ആളെയാണ് അവിടെ നിന്ന് പെട്ടെന്ന് പ്രദേശവാസികളെല്ലാം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്നാൽ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ 6 അല്ല 7 പേരുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷമാണ് അവർ വീണ്ടും തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ തെരച്ചിൽ നടത്തിയ സമയത്താണ് അവിടെ നിന്നൊരു ചെരുപ്പ് കിട്ടുന്നത്. ആ ചെരുപ്പിനെ അന്വേഷിച്ച് അവർ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പാറക്കെട്ടിന് താഴെയായിട്ട് മറ്റൊരാൾ കൂടി ബോധം കെട്ട് കിടക്കുന്നത് നാട്ടുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിലെത്തി ബാക്കിയുള്ളവർക്ക് CPR അടക്കമുള്ള ചികിത്സകൾ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ അംഗ സംഘത്തിലെ 4 കുട്ടികളും ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അവരുടെ പേര്: ഒന്നാമത്തെ ആൾ റഹീസ്, രണ്ടാമത്തെ ആൾ സിയാദ്, മൂന്നാമത്തെ ആൾ ഫഹദ്, 4-മത്തെ ആൾ ബഹാസ് എന്ന് പറയുന്ന 4 കുട്ടികളാണ് ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. സായാഹ്നങ്ങളിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പന്തല്ലൂർ മലയിലെ വ്യൂ പോയിന്റിൽ പതിവായിട്ട് അവർ പോയി ഇരിക്കാറുള്ളതാണ്. പക്ഷേ ഈ ഒരു സംഭവം മാത്രം വളരെ സങ്കടകരമായി പോയി. ഒരു അവസ്ഥ ഇങ്ങനെ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ശക്തമായ മഴയും അതുപോലെ തന്നെ ഇടിമിന്നലും ഉണ്ടാവും. കാരണം ഇത് വേനൽ മഴയാണ്. വൈകുന്നേരങ്ങളിലാണ് ഇത്തരത്തിലുള്ള ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തിലൊന്നും ഇത്തരത്തിൽപ്പെട്ട ഉയർന്ന പ്രദേശങ്ങളിൽ പോയി ഇരിക്കാൻ പാടില്ല എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ചാണ് ഇത്തരത്തിൽപ്പെട്ട കുട്ടികളെല്ലാം ഒഴിവ് സായാഹ്നങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സമയങ്ങളിലുമെല്ലാം ഇത്തരം പാറക്കെട്ടുകളിലെല്ലാം പോയിരിക്കുന്നത്. ദയവ് ചെയ്ത് അത്തരത്തിൽപ്പെട്ട ഒരു യാത്ര നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ 4 പേർ മരണപ്പെട്ടതുപോലെ തന്നെ ബാക്കി 3 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. അത് 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ അവരുടെ പേര് എന്ന് പറയുന്നത്: ഒന്നാമത്തെ ആൾ റോഷൻ, അതുപോലെ തന്നെ സൽമാൻ ഫാരി, 2-മത്തെ ആൾ, 3-മത്തെ ആൾ ഇഫ്താഖ്. ഇങ്ങനെ 3 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമൊന്നുമല്ല. അദ്ദേഹത്തിന് ബോധമുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും തന്നെ കാര്യമായിട്ടില്ല. അദ്ദേഹത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. വളരെ സങ്കടകരമായ ഒരു കാഴ്ച, അതുപോലെ തന്നെ സങ്കടകരമായ ഒരു വാർത്ത. ഏതായാലും നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അൽഹംദുലില്ലാഹ് 3 ആളെങ്കിലും രക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്തരത്തിൽപ്പെട്ട കുട്ടികളെ കാണുന്നത്. ആദ്യ സമയത്തെല്ലാം അവർ വിചാരിച്ചത് മയക്കുമരുന്ന് പോലുള്ള എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബോധം കെട്ട് കിടക്കുകയാണ് എന്നാണ് കരുതിയത്. പക്ഷേ ഒരാൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ബോധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇടിമിന്നലാണ് കാരണമെന്നും ബോധം കെട്ട് കിടക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും വാഹനത്തിൽ എല്ലാവരെയും കൊണ്ട് മലപ്പുറം അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. CPR അടക്കമുള്ള പ്രാഥമിക ശുശ്രൂഷകളെല്ലാം നൽകുന്നു. അൽഹംദുലില്ലാഹ് 3 ആളെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആ നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ നടത്തിയ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ മാത്രമല്ല, അവിടെ മെമ്പർ ഉണ്ടായിരുന്നു ജംഷീർ, അതേപോലെ അവിടെ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. 7 പേരും സുഹൃത്തുക്കളാണ്. അവരെ പറ്റി എല്ലാവരും അടുത്തടുത്തുള്ള ആളുകൾ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾ എങ്ങനെ ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? എനിക്ക് ഫാം ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഫാമിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. അപ്പോൾ ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 2 പേരെ അതിൽ കയറ്റി, ബാക്കിയുള്ള ആളുകളെ എൻ്റെ വണ്ടിയിലും പിന്നെ വേറൊരാളുടെ വണ്ടിയുണ്ട്, ആ വണ്ടിയിലായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 6 പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നോ? അതെ, 6 പേരാണ് ആദ്യം. അതായത് 7 പേര് മൊത്തം ഉണ്ടായിരുന്നു. ആദ്യം 6 പേരെ മാത്രമാണ് കിട്ടിയത്. പിന്നെ ഇവിടെ വന്ന് ആൾക്ക് ബോധം വന്നപ്പോഴാണ് 7-മത്തെ ആളും കൂടി ഉണ്ടെന്നുള്ള കാര്യം ആൾ പറഞ്ഞത്. 6 പേർക്കും ബോധം ഉണ്ടായിരുന്നു നിങ്ങൾ കൊണ്ട്? ഇല്ല, ഒരാൾക്ക് മാത്രം ചെറിയൊരു മൂളിച്ച ഉണ്ടായിരുന്നു, വേറെ ആർക്കൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണോ? കണ്ട് അറിയുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്, ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. ചെറിയൊരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ഈ ഇടിമിന്നൽ ഏൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 5-നും 5:30 ഇടയ്ക്കായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഞങ്ങൾ 5:15 ശേഷമാണ് അവിടെ ചെല്ലണത്. ആ സമയത്താണ് കൊണ്ടുവരുന്ന ആള്. വണ്ടിയും ബഹളമൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്? അല്ലല്ല, ഞാൻ എൻ്റെ ഫാം അവിടെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ആളുകളെ കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് ഹോസ്പിറ്റലോട്ട് പോകുന്നു. സ്ഥലത്ത് വേറെ ആളുകൾ ഉണ്ടായിരുന്നോ? ഒരുപാട് ആളുകൾ അപ്പോഴത്തേക്ക് കൂടിയിരുന്നു. ആളുകളൊക്കെ കൂടിയിരുന്നു അപ്പോഴത്തേക്ക്. ബാക്കി ഇപ്പോൾ ഒരാളെ കാണാനില്ല എന്നുള്ള സമയത്ത് ഈ ആളുകൾ പല ഭാഗത്ത് ഒരുപാട് ദൂരേക്ക് നിന്നാണ് കിട്ടിയത്. അവിടെ ഉരുണ്ട് താഴ്ത്തു പോയതാണ്. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? പാറപ്പുറത്തുനിന്ന് ഉരുണ്ട് താഴെ പോയതാണ്. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. മറ്റേ 6 പേര് ഒന്നിച്ചിട്ടായിരുന്നു. പ്രദേശത്ത് വേറെ ആളുകളുണ്ടായിരുന്നു? ഇല്ല, വേറെ ആളില്ല. ഞങ്ങളൊക്കെ ആദ്യം ചെന്നപ്പോൾ ആരും ഇല്ല അവിടെ. ഇവരിങ്ങനെ കിടക്കുക. ഒരാളെ എഴുന്നേറ്റ് വർത്താനം പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഒന്നും ഞാൻ പറഞ്ഞു വല്ലതും കഴിച്ചതാണെന്ന് ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞു. എന്താ പറ്റിയത്? ഇടി വെട്ടിയതാണെന്ന് പറഞ്ഞു.
എല്ലാവരും പല ഭാഗത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഉരുണ്ടു പോയായിരുന്നു 1-2 പേരെ ഇടിവിട്ടിട്ട്. മറ്റാളുകളുണ്ടായിരുന്നു? 7 പേരല്ലാതെ മറ്റാളുകളുണ്ടായിരുന്നു? ഇല്ല, വേറെ ആരും ഇല്ലായിരുന്നു. ഇവർ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നു. മലപ്പുറം മങ്കടയിൽ നടന്ന ഈ ഒരു അപകടത്തിന് ശേഷം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി നാട്ടുകാർക്ക് സാധിച്ചത്. കാരണം ഒരുപാട് പേരൊന്നും അങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമല്ല, കുറച്ച് വിട്ടിട്ടാണ് അവിടെ വീടുകളെല്ലാം ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഈ നാട്ടുകാരനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു അപകടത്തിൽപ്പെട്ട കുട്ടികളെ കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അത്രയും പെട്ടെന്നെങ്കിലും അവരെ രക്ഷിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കാനും വേണ്ടി സാധിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ഇടവിട്ടുള്ള ശക്തമായ മഴയിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇടിമിന്നലും അതുപോലെ തന്നെ കാറ്റിനും എല്ലാം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി നമ്മോട് പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട മലകളുടെ മുകളിൽ അതുപോലെ തന്നെ പാറക്കെട്ടുകളുടെ മുകളിൽ ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക തന്നെ വേണമെന്നുള്ളതാണ്. ഏതായാലും മരണപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ചികിത്സ നൽകിക്കൊണ്ട് ഭേദമായിട്ട് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ കുടുംബത്തിന് പടച്ച റബ്ബ് അതുപോലെ തന്നെ ക്ഷമ നൽകട്ടെ, അവരുടെ കബറിടം പടച്ച റബ്ബ് സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ കഴിയുകയുള്ളൂ. ദയവ് ചെയ്ത് ഇത്തരം സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കഴിയുന്നതും ഇത്തരത്തിൽപ്പെട്ട അപകട മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നമുക്ക് നല്ലത്. അത്തരത്തിൽപ്പെട്ട ഒരു കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ 4 വിദ്യാർത്ഥികൾ ജീവിച്ച് കൊതിതിരാത്ത 4 കുട്ടികളാണ്. കാരണം അവരുടെ പ്രായമെന്ന് പറയുന്നത് 18 വയസ്സിനും 20 വയസ്സിനും പ്രായമുള്ള 4 കുട്ടികൾ തീർച്ചയായിട്ടും യൗവനത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും അവരുടെ ഒരു മരണം തീർച്ചയായിട്ടും ആ നാട്ടിനെയും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരെയും അവരുടെ സുഹൃത്തുക്കളെയും അവരുടെ സ്കൂളുകളെയും എല്ലാം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ദിവസം അവരുടെ നാട്ടിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു മൂകാന്തത അല്ലെങ്കിൽ ഒരു മൗനമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദയവായിട്ട് അത്തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും ബാക്കി ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ഒഴിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടും നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവനും നല്ലതാണ്. ഏതായാലും അകാലത്തിൽ മരണപ്പെട്ടു പോയ ആ 4 കുടുംബങ്ങൾക്കും പഠിച്ചോ ക്ഷമ നൽകട്ടെ. അവരുടെ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആൾക്കാർ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.